പ്രേമ, ഈ വെനസ്വേലൻ പ്രസിഡന്റിനോട് രാജ്യം വിടാൻ അമേരിക്കൻ പ്രസിഡന്റ് അന്ത്യശാസനം നൽകിയിരിക്കുന്നു. ട്രംപ് അന്ത്യശാസനം നൽകിയിരിക്കുന്നു. ഈ വെനസ്വേലൻ പ്രസിഡന്റിന് ഈ അന്ത്യശാസനം ട്രംപ് നൽകിയിരിക്കുകയാണെങ്കിലും നിക്കോളാസ് മദുരോയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ? ഈ അന്ത്യശാസനത്തെ മറികടന്ന് അദ്ദേഹത്തിൻ്റെ സ്വന്തം രാജ്യത്തിൽ നിൽക്കാൻ കഴിയുമോ? എന്താണ് ഇതിനെ സംബന്ധിച്ച് പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്തകൾ? ചേട്ടാ, ഈ നിക്കോളാസ് മദുരോയെ പുറത്താക്കുക തന്നെയാണ് ലക്ഷ്യമെന്ന് നേരത്തെ തന്നെ ട്രംപ് പ്രഖ്യാപിച്ചതാണ്. അപ്പൊ അതിന്റെ പേരിൽ നേരത്തെ മുതൽ തന്നെ അവിടെ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ ട്രംപ് തുടങ്ങിയിരുന്നു. വെനസ്വേലയുടെ സമുദ്ര അതിർത്തികൾ കേന്ദ്രീകരിച്ച് അമേരിക്കയുടെ വലിയ കപ്പൽ വ്യൂഹം നിലകൊള്ളുന്നു. അമേരിക്കയുടെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ ലോകത്തെ തന്നെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് ഫോർഡിനെ കൊണ്ട് അവിടെ ഇടുന്നു. കൂടെ ഒന്നിലധികം യുദ്ധക്കപ്പലുകൾ, ഏതാണ്ട് 15,000-ഓളം വരുന്ന സൈനികർ അവിടെയുണ്ട്. അപ്പൊ അന്ന് അമേരിക്ക പറഞ്ഞ ന്യായം, ഈ വെനസ്വേലിയൻ തീരത്തുകൂടി അമേരിക്കയിലേക്ക് വൻതോതിൽ മയക്കുമരുന്ന് കള്ളക്കടത്ത് അല്ലെങ്കിൽ മനുഷ്യക്കടത്തടക്കം നടക്കുന്നു, അതിനെ തടയുക എന്നുള്ളതാണ് ലക്ഷ്യമെന്നാണ് പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 20-ലധികം ബോട്ടുകൾ അമേരിക്കൻ സേന ഈ കടലിൽ ആക്രമിച്ച് തകർത്തു, വ്യോമാക്രമണത്തിലൂടെ തകർത്തു. 80-ഓളം പേരാണ് ഈ വിവിധ സംഭവങ്ങളിലായിട്ട് കൊല്ലപ്പെട്ടത്. അപ്പൊ വാസ്തവത്തിൽ ഈ കൊല്ലപ്പെട്ടത് അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ടത് കള്ളക്കടത്ത് സംഘങ്ങൾ തന്നെയാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു തെളിവും പുറത്തു വന്നിട്ടില്ല. പക്ഷെ അമേരിക്ക അവകാശപ്പെടുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ കള്ളക്കടത്ത് തടയുന്നതിന് വേണ്ടിയിട്ട്, മയക്കുമരുന്ന് കടത്ത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് നടപടിയെടുത്തത്. പക്ഷേ അപ്പോൾ തന്നെ അന്താരാഷ്ട്ര സമൂഹം വിലയിരുത്തിയത് ഇത് വാസ്തവത്തിൽ വെനസ്വേലയില് അമേരിക്ക സൈനികമായി ഇടപെടുന്നതിന് മുമ്പുള്ള കർട്ടൻ റിഹേഴ്സൽ ആണ് എന്ന് അവർ പറഞ്ഞിരുന്നു. അത് ഏതാണ്ട് യാഥാർത്ഥ്യമായി. കാരണം ദിവസങ്ങൾക്ക് മുൻപാണ് അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചത്, വെനസ്വേലയുടെ മുകളിലുള്ള ആകാശ അതിർത്തികൾ ഞങ്ങളായിട്ട് അടയ്ക്കുന്നു, വെനസ്വേലയുടെ മുകളിലൂടെ ഇനി ഒരു വിമാനവും പറക്കണ്ട എന്നൊരു പ്രഖ്യാപനം അമേരിക്കൻ പ്രസിഡന്റ് നടത്തി. തൊട്ടു പിന്നാലെ അദ്ദേഹം ഒരു കാര്യം കൂടി നടത്തി: നിലവിൽ ഞങ്ങൾ കടലിൽ നിന്നുകൊണ്ടാണ് ഈ കള്ളക്കടത്തുകാരെ നേരിടുന്നത്, താമസിയാതെ കരയിലേക്ക് ഇറങ്ങും എന്നുള്ള പ്രഖ്യാപനവും നടത്തി. അതായത് വെനസ്വേലയിലേക്ക് സൈന്യം ഇറങ്ങുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത്. അപ്പോ അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഒരു വാഗ്ദാനം നിക്കോളാസ് മദുരോയോട് പറയുന്നത്, നിങ്ങൾ രാജിവെക്കൂ, എന്നിട്ട് രാജ്യം വിടൂ. അങ്ങനെ ചെയ്താൽ നിങ്ങളെ, നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങൾ സംരക്ഷിക്കാം. നിങ്ങളുടെ ഭാര്യ, മക്കൾ അടക്കമുള്ളവരെ, അവരെ സുരക്ഷിതമായിട്ട് ഞങ്ങൾ രാജ്യത്തിന് പുറത്തെത്തിക്കുക, അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾക്ക് സുരക്ഷിതമെന്ന് കരുതുന്ന അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. പക്ഷേ അവിടെ ഉറപ്പായിട്ടും രാജിവെക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ സൈനികമായി ഇടപെടും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളെ മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട പ്രിയപ്പെട്ടവർ ആരൊക്കെ ഉണ്ട് അവരെയൊക്കെ ഞങ്ങൾ സുരക്ഷിതമായി അവിടെ നിന്ന് മാറ്റാം എന്നുള്ളതാണ്. അപ്പോൾ നിക്കോളാസ് മദുരോ ഇപ്പൊ ഭയപ്പെടുന്നത് തന്നെ പിടികൂടി വിചാരണ ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ് എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം ഇതിന് കണ്ടീഷൻ വെച്ചേക്കുന്നത്, താൻ ഇതിന് വഴങ്ങാം, പക്ഷേ തനിക്കെതിരെ നിയമ നടപടികൾ ഉണ്ടാകാൻ പാടില്ല, അധികാരം വേണമെങ്കിൽ കൈമാറാം. നിലവിൽ അവിടെ പ്രതിപക്ഷ സംഘടനകൾ വലിയ സമരത്തിലാണ്. അമേരിക്കയും മറ്റു പല ലോകരാജ്യങ്ങളും ഈ നിക്കോളാസ് മദുരോയെ വെനസ്വേലയുടെ പ്രസിഡന്റായിട്ട് അംഗീകരിക്കുന്നില്ല. കഴിഞ്ഞ 3 തവണ തുടർച്ചയായിട്ട് അദ്ദേഹം തന്നെയാണ് അവിടെ പ്രസിഡന്റ്. അവിടെ ഈ ജനാധിപത്യ സംവിധാനത്തെ മുഴുവനായിട്ട് പിടിച്ചെടുത്തുകൊണ്ട്, തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചുകൊണ്ടാണ് ഇദ്ദേഹം അധികാരത്തിൽ വരുന്നത് എന്നുള്ളതാണ് ആക്ഷേപം. അപ്പൊ ഈ പ്രതിപക്ഷ കക്ഷികൾ അടക്കം അവിടെ സമരം ചെയ്യുന്നത് കൊണ്ട് അധികാരം പ്രതിപക്ഷത്തിന് വിട്ടുകൊടുക്കാം എന്ന് തന്നെയാണ് നിക്കോളാസ് മദുരോ പറയുന്നത്. പക്ഷേ സൈന്യത്തിന്റെ അധികാരം പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാൻ ഇപ്പൊ താല്പര്യമില്ല എന്നും പറയുന്നു. പിന്നെ ഏത് തരത്തിൽ അവിടെ കാര്യങ്ങൾ മുന്നേറും എന്നുള്ളത് വ്യക്തമല്ല. ഇപ്പോ അമേരിക്ക ഇദ്ദേഹത്തെ വിലയിരുത്തുന്നത് ഒരു കൊള്ളത്തലവൻ, ഒരു മയക്കുമരുന്ന് സംഘടനയുടെ തലവൻ, അതോടൊപ്പം ഒരു ഭീകര സംഘടനയുടെ തലവൻ എന്നാണ്. കാരണം ഒരു പരസ്യമായ ഒരു രഹസ്യമാണ് ഈ കാർട്ടൽ ഡി ലോസ് സോളോസ് എന്ന് പറയുന്ന ഒരു അധോലോക സംഘമുണ്ട് വെനസ്വേല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്. ഈ അധോലോക സംഘത്തെ അതിനെ നയിക്കുന്നതും നിയന്ത്രിക്കുന്നതും അവിടുത്തെ പ്രസിഡന്റായ നിക്കോളാസ് മദുരോയാണെന്നുള്ളതാണ് പുറത്തു വന്നിരിക്കുന്ന യാഥാർത്ഥ്യം. അപ്പൊ അത് ഒളിഞ്ഞും തെളിഞ്ഞും വെനസ്വേലയിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പൊ ഈ പറയുന്ന ഈ അധോലോക സംഘത്തെ ഒരു ഭീകരവാദ സംഘടന പ്രഖ്യാപിക്കാൻ അമേരിക്ക തയ്യാറെടുക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ആളെ വെനസ്വേലയുടെ ഭരണാധികാരിയായിട്ട് നിലനിർത്താൻ സാധിക്കും എന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാട്. അപ്പൊ ഇതിനെ കണക്കാക്കി തന്നെയാണ് വെനസ്വേലയുടെ 2 ഭാഗത്തു നിന്നും, അതായത് കരീബിയൻ കടലിലും പസഫിക്കിലും ഒരേ സമയം സൈന്യത്തെ ഇറക്കിക്കൊണ്ട് ഉള്ള വെല്ലുവിളി അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നേരത്തെ തന്നെ വെനസ്വേല ഇങ്ങനെ അമേരിക്ക സൈനികമായി ഇടപെടും എന്നുള്ള കാര്യം വെനസ്വേലയ്ക്ക് മനസ്സിലായിരുന്നു. അവർ നേരത്തെ തന്നെ അവിടെ സൈനിക അഭ്യാസ പരിപാടികളൊക്കെ തുടങ്ങിയിരുന്നു.
പക്ഷേ അമേരിക്കയുടെ ഇത്ര വലിയ ശക്തിക്ക് മുമ്പിൽ വെനസ്വേലയ്ക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. കാര്യം അമേരിക്കയും വെനസ്വേലയും സൈനികമായി താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ വെനസ്വേലയും അമേരിക്കയും തമ്മിൽ ആനയാട് വ്യത്യാസമുണ്ട്. കൂടാതെ അമേരിക്കൻ നടപടിക്കെതിരെ വെനസ്വേല അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണ തേടിയിരുന്നു. ഇത്തരത്തിൽ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു, ഞങ്ങളുടെ രാജ്യത്ത് സൈനിക അധിനിവേശം നടത്താനാണ് അമേരിക്കയുടെ പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് ഐക്യരാഷ്ട്ര സഭയുടെ അടക്കം ശ്രദ്ധയിലേക്ക് വെനസ്വേല ഈ വിഷയം കൊണ്ടുവന്നെങ്കിൽ പോലും കാര്യമായ യാതൊരു പിന്തുണയും അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് വെനസ്വേലയ്ക്ക് കിട്ടിയിട്ടില്ല. അതിന്റെ കാരണം അവിടെ ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്നില്ല, അവിടെ ഈ നിക്കോളാസ് മദുറോ ഒരു ഏകാധിപതിയെ പോലെ പ്രവർത്തിക്കുന്നു എന്നുള്ള വിലയിരുത്തലാണ് അന്താരാഷ്ട്ര സമൂഹത്തിനുള്ളത്. ആ ഒരു കാരണം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇപ്പോ സൈനികമായി പിടിച്ചു നിൽക്കാനാവില്ല എന്നൊരു വസ്തുത ഇരിക്കെ ഇനി ഒത്തുതീർപ്പ് സന്ധി മാത്രമാണ് അവശേഷിക്കുന്നത് എന്നുള്ളതാണ് നിക്കോളാസ് മദുരോയ്ക്ക് മുമ്പിലുള്ള ഏക മാർഗം. അപ്പോൾ അതിന് അദ്ദേഹം സന്നദ്ധമാണ് എന്ന തരത്തിലുള്ള സൂചനയാണ് ഇപ്പോൾ അദ്ദേഹം തന്നെ നൽകിയിരിക്കുന്നത്. അപ്പോൾ സമീപ ഭാവിയിൽ തന്നെ വെനസ്വേലയിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിക്കോളാസ് മദുരോയ്ക്ക് ഇനി അധിക കാലം അവിടെ തുടരാനാകില്ല. പക്ഷെ അമേരിക്ക അവിടെ സായുധമായി തന്നെ ഇടപെടുന്നതിന് പിന്നിൽ ഈ നിക്കോളാസ് മദുരോയെ പുറത്താക്കുക എന്നതിനപ്പുറം വെനസ്വേലയിൽ തങ്ങൾക്ക് താല്പര്യമുള്ള ഒരു പാവ സർക്കാരിനെ സൃഷ്ടിക്കുകയും അതുവഴി വെനസ്വേല എന്ന് പറയുന്നത് ഒരു എണ്ണ ഉൽപാദക രാജ്യമാണ്, അവിടെയുള്ള എണ്ണ സമ്പത്ത് തങ്ങൾക്ക് അനുകൂലമായി ചൂഷണം ചെയ്യുക എന്നുള്ള ഒരു രഹസ്യ അജണ്ട കൂടി അമേരിക്ക ഇക്കാര്യത്തിൽ വെച്ചു പുലർത്തുന്നുണ്ട്. ഏതായാലും സമീപ ഭാവിയിൽ തന്നെ വെനസ്വേലയിൽ വലിയ രാഷ്ട്രീയ മാറ്റം ഉണ്ടാകും. ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് നിർണായകമായ ഒരു വിജയം തന്നെയാണിത്. കാരണം അദ്ദേഹം എന്താണോ ഉദ്ദേശിച്ച അത് നടപ്പിലാകാൻ പോകുന്നു. ഏതായാലും ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ വഴുതി മാറില്ല എന്ന് തന്നെ വേണം കരുതാൻ. ഇപ്പോൾ ഇറാഖിൽ അമേരിക്ക അധിനിവേശം നടത്തിയതിന് സമാനമായി വെനസ്വേലയിലും അധിനിവേശം നടത്തുമോ ഇല്ലയോ, അല്ലെങ്കിൽ അതിനു മുമ്പായി തന്നെ നിക്കോളാസ് മദുരോ അവിടെ നിന്ന് രാജിവെച്ചൊഴിയുമോ എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ തന്നെ വ്യക്തമാകും.